പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫോക്കസ് ഓൺ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദമാം കോർണിഷിലാണ്. ദമാം കോർണിഷിലെ രാത്രി കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ്. ആ അതിമനോഹര കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിച്ചാലോ? 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദമാമിൽ തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നിയ ചുരുക്കം ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ദമാമിലെ ഉള്ളിലെ ചില ഭാഗങ്ങളിലും മിക്കവാറും തിരക്കുള്ള സിഗ്നലുകൾ ഉണ്ടായിരുന്ന റോഡുകളിലും മറ്റും സിഗ്നലുകൾ ഒഴിവാക്കി റോഡ് ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് 2 ഭാഗങ്ങളിലേക്ക് പോയി ഡൈവേർഷൻ പലയിടത്തും ആക്കിയിട്ടുണ്ട്. എവിടെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാതെ വന്നാൽ അല്പം ചുറ്റിക്കറങ്ങണമെങ്കിലും അത് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും. പഴയതുപോലെ ട്രാഫിക് ബ്ലോക്ക് എങ്ങും കാണാറില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ദമാം കോർണിഷ് ഭാഗത്തെ റോഡുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവിടെയും മുമ്പ് പറഞ്ഞതുപോലെ സിഗ്നലുകൾ ഒഴിവാക്കി കുറച്ചു ദൂരം കൂടുതൽ പോയി യൂടേൺ ആക്കിയത് കൊണ്ട് പഴയതുപോലെ ബ്ലോക്ക് അനുഭവപ്പെടുന്നില്ല. ദമാമിൽ മിക്ക സ്ഥലത്തും റോഡുകളും മറ്റു അനുബന്ധ കാര്യങ്ങളുമൊക്കെ പുതുക്കിപ്പണികൾ നടക്കുന്നുണ്ട്. ദമാം കോർണിഷിലൊക്കെ വലിയ വലിയ പ്രൊജക്റ്റുകളാക്കാൻ വേണ്ടിയുള്ള പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണികൾ നടക്കുന്ന ഭാഗത്തേക്ക് പ്രവേശനവുമില്ല. ഇനി എനിക്ക് വ്യക്തിപരമായി ദമാമിലെത്തിയപ്പോൾ തോന്നിയ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുമ്പുണ്ടായിരുന്ന കുറേ ഫാമിലികൾ, സുഹൃത്തുക്കൾ ദമാമിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റും പോയിട്ടുണ്ട്. പോയവരിൽ ചിലരെയൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ദമാം, ഇവിടുത്തെ കബ്സ, ബ്രോസ്റ്റഡ്, ഷവായ, കുപ്പൂസ് ഒക്കെ മിസ് ചെയ്യുന്നു എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദമാമിലുണ്ടായിരുന്ന എല്ലാവർക്കും ഓർമ്മകൾ പുതുക്കുവാൻ ചുരുക്കം ചില കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുവാൻ ശ്രമിക്കുന്നത്. ഇവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ഒട്ടുമിക്ക സ്ഥലത്തേക്കും ബസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ബസ്സിൽ യാത്രകളും ആരംഭിച്ചിട്ടുണ്ട്. സൗദി ബസ് സർവീസുകളെ പറ്റി മാത്രം ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ വിശേഷങ്ങൾ അപ്പോൾ പറയാം. മറ്റു വിശേഷങ്ങൾ പറഞ്ഞാൽ റോഡിൽ നിരവധി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദമാം കോബാർ ഹൈവേയിലൊക്കെ 2 പോസ്റ്റുകൾക്കിടയിൽ ഒരു ക്യാമറ എന്ന നിലയിൽ നിരവധി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇതുവരെയും ആക്റ്റീവ് ആയിട്ടില്ല. ട്രാക്ക് മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് മാറണം. മറ്റു വയലേഷൻസ് ഒക്കെ കണ്ടുപിടിക്കത്തക്ക നൂതന സാങ്കേതിക വിദ്യയുള്ള വീഡിയോ ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ പുതിയ ട്രാഫിക് നിയമം അനുസരിച്ച് പോലീസ് വാഹനങ്ങൾക്കും ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നീ എമർജൻസി വാഹനങ്ങൾക്ക് പോകുവാനായി യെല്ലോ ലൈനിന്റെ അപ്പുറത്തുള്ള ട്രാക്കിൽ കൂടി പോയാൽ, അതുപോലെ യെല്ലോ ലൈനിൽ കൂടി കയറിപ്പോയാൽ ക്യാമറയിൽ കുടുങ്ങി നിരവധി പേർക്ക് നിലവിൽ ട്രാഫിക് ഫൈൻ വന്നതായി അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കുക. മറ്റൊരു കാര്യം, പഴയതുപോലെ ചില സ്ഥലങ്ങളിൽ റോഡ് മുറിച്ച് കടന്നപ്പോൾ ട്രാഫിക് പോലീസ് ഫൈൻ കൊടുത്തതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കേരളക്കാരുടെ സ്വന്തം കൈരി എടുത്ത് പുറത്തു പോയാലും ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ട്രൗസർ അല്ലെങ്കിൽ ബർമൂഡ ഇട്ടുകൊണ്ട് പോകുന്നതിൽ കുഴപ്പമില്ല. ഇനി ഇവിടെ കണ്ട മറ്റൊരു കാര്യം, ദമാം കോബാർ ഹൈവേയിൽ ഇന്ത്യൻ സ്കൂളിലേക്ക് തിരിയുന്ന സിഗ്നലിന് സമീപം ഉണ്ടായിരുന്ന കോബാർ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പോൾ അവിടെയില്ല. വേൾഡ് കപ്പിനായുള്ള സ്റ്റേഡിയം പണികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ തുടങ്ങിയത് കാരണം മലയാളി സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ വാഹനങ്ങൾ നിരത്തുകളിൽ വളരെ കൂളായി ഓടിച്ചു പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ പണ്ട് ബക്കറ്റും വെള്ളവുമായി വണ്ടി കഴുകുന്ന ബംഗാളികളെ കാണാമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അവരെ കാണാറില്ല. എന്തായാലും എല്ലാ മേഖലകളിലും വളരെ വളരെ പുരോഗതിയുടെ പാതയിലാണ് സൗദി അറേബ്യ. 2008 ഞാൻ ആദ്യമായി സൗദി അറേബ്യയിലുള്ള ഈ ദമാമിലെത്തുന്നത്. അന്നു മുതൽ 2023 വരെയുള്ള കാലയളവിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലെ മാറ്റങ്ങൾ അതിഗംഭീരമാണ്. വ്യക്തമായ പദ്ധതികൾ പ്ലാൻ ചെയ്ത് കൃത്യമായി നടപ്പിലാക്കി, ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഈ സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.